തൃശൂർ പഴയന്നൂർ വടക്കേത്തറയിൽ വീണ്ടും ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നത് ഭീഷണിയാകുന്നു. പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിന്റെയും വില്ലേജ് ഓഫീസിന്റെയും സമീപത്തെ വീടുകളിലും കൃഷിയിടങ്ങളിലുമാണ് ഇവ വ്യാപകമായിരിക്കുന്നത്. കൃഷിയിടത്തിലെ വാഴ, ചേന, ചേമ്പ്, കവുങ്ങ്, തെങ്ങ്, പ്ലാവ്, മാവ്, ജാതി തുടങ്ങിയവയിലെല്ലാം ഒച്ചുകൾ കൂട്ടമായിരിക്കുകയാണ്. തണുത്ത പ്രതലത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ മുട്ടകൾ സൂക്ഷിക്കുന്നത് മണ്ണിനടിയിലാണ്. ഒരു തവണയിൽ 500-ലധികം മുട്ടകളിടും. അപകടകാരികളായ ജീവികളിൽപ്പെടുന്ന ഇവ കാർഷിക വിളകളെ മാത്രമല്ല പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെയും ബാധിക്കുന്നുണ്ട്. 3 വർഷമായി ആഫ്രിക്കൻ ഒച്ചുകൾ ഈ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്നു. ഉപ്പ് വിതറിയാൽ ഇവ ചത്തുപോകുമെങ്കിലും കൂടുതൽ ഉപ്പ് മണ്ണിൽ ചേരുന്നത് മണ്ണിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റമുണ്ടാക്കും. നേരം വെളുത്താൽ ഒച്ചുകളെ കൊല്ലുന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാന ജോലി. രാവിലെ മുതൽ വെയിൽ വരുന്നതുവരെ ഇവയെ ധാരാളമായി കാണാം. പിന്നീട് വെയിൽ മങ്ങിയ ശേഷമാണ് ഇവ വീണ്ടും പുറത്തുവരിക. ക്യാബേജ് ഇലകൾ വെട്ടിയിട്ട ശേഷം ഒച്ചുകൾ കൂട്ടത്തോടെ തിന്നാനായി എത്തുമ്പോൾ ഉപ്പ് വിതറി കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നാൽ എത്ര നശിപ്പിച്ചാലും പിറ്റേന്ന് രാവിലെ വീണ്ടും പ്രദേശം മുഴുവൻ ഇവ നിറയുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. കാരണം 3 വർഷമായി ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓമയുടെ ഇല അല്ലെങ്കിൽ കാബേജിൻ്റെ ഇല കൂട്ടിയിടും വൈകുന്നേരം രാത്രിയിലൊക്കെ. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ സാധനം വന്ന് പൊതിഞ്ഞിട്ടുണ്ടാവും ഈ ഇല മുഴുവൻ തിന്നാനായിട്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടാണ് കൊല്ലാറ്. വയനാട്ടിൽ നിന്നോ ഇവിടെ കുറച്ച് വാഴവിത്തൂടെ കൊണ്ടിട്ടിരുന്നു ഈ കൃഷിഭവനിൽ. അതിലൊരു 10,000-2000 എണ്ണം അവിടെ കിടന്ന് ചീഞ്ഞ് പോയിട്ടുണ്ട്. ആ സമയത്താണ് ഇത് ഉണ്ടായത്, കണ്ടത് തന്നെ. അതിനുമ്പ് ഇത് സാധനം കണ്ടിട്ടില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇല നിന്ന് നശിപ്പിക്കുന്നുണ്ട്, വാഴ നശിപ്പിക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ തെങ്ങിൻ്റെയൊക്കെ ഓലയൊക്കെ തിന്നുന്നത്. പച്ചക്കറികളൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ ചെടികളുടെ ഇലയുള്ളൊക്കെ തിന്നുന്നുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തിനും ഗുരുതര ഭീഷണിയാണ് ഇവ ഉയർത്തുന്നത്. ഒച്ചിന്റെ വ്യാപനം തടയുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അതേസമയം ആഫ്രിക്കൻ ഒച്ച് ശല്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കൃഷിവകുപ്പുമായി ആലോചിച്ച് ശാസ്ത്രീയമായി ഇവയെ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.